ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാനിപ്പോൾ എൻ്റെ പ്രഗ്നൻസി സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. 9 മന്ത്സായി. ഇപ്പം ബേബി വരാൻ ഇനി കുറച്ചുകൂടെ വീക്സേ ഉള്ളൂ. ഇപ്പം എൻ്റെ 9 മന്ത് സെർമണി നടക്കുകയാണ്. വയറ് കാണൽ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഞാനിപ്പോൾ കുറച്ചായി വീഡിയോസൊക്കെ ചെയ്തിട്ട് പ്രഗ്നൻസി സ്റ്റേജ് ആയതുകൊണ്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് നല്ലൊരു ഡേ അല്ലേ, സോ ഒന്ന് വീഡിയോ ഒക്കെ ഒന്നും കൂടി ചെയ്ത് ആക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റത്തെ ഞങ്ങളെ സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ തന്നെയായിരുന്നു ആസ് യൂഷ്വൽ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേൻ്റെയും കസിൻ്റെയും മാമൻ്റെയും പപ്പേൻ്റെയും എല്ലാവരും കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കളറാക്കി. അതിൻ്റെ ശേഷം എൻ്റെ ഫാമിലീസ് ഉണ്ടായിരുന്നു. ചേച്ചിമാർ, പിന്നെ വലിയച്ഛൻ്റെ മക്കൾ, ഏട്ടന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ 12:30 ആയപ്പോൾ അവരോട് എത്താറായി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം എൻ്റെ ആശയും പിന്നെ അവൻ്റെ ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. ആക്ച്വലി 9 മന്ത് സെറിമണിയിലൊക്കെ പണ്ട് കാലത്ത് ഹസ്ബൻഡ്സ് അങ്ങനെ വരുമോയെന്നൊന്നും അറിയില്ല. ഇപ്പം എന്തായാലും വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പം മാത്രമല്ല 7 മന്ത്സ് ആയി കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ വീട്ടിലും അവൻ അവൻ്റെ വീട്ടിലുമാണ്. അപ്പം നമുക്ക് അതൊക്കെ കുറച്ച് ഒരു വിഷമമുള്ള കാര്യമല്ലേ. മാത്രമല്ല നമുക്ക് ഇങ്ങനത്തെ ഒരു സെറിമണിയൊക്കെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളെ ഹസ്ബൻഡ് കൂടെ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഓൾറെഡി ഈ പ്രഗ്നൻസി പീരീഡിൽ നമുക്കത് കൂടുമല്ലോ, നമ്മളെ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളത്. അപ്പോൾ കഥ മാറിപ്പോയി ഗൈസ്. അങ്ങനെ അവർ വന്ന് ഫസ്റ്റ് നമ്മൾ സ്നാക്സ് കൊടുത്തു. സ്നാക്സും ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ ഒരു കൊടുത്തു. ഇവൻ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അവർക്ക് എല്ലാവർക്കും സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ സെർവ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും അങ്ങോട്ട് മാറി നിൽക്കുക, ഒരു സ്ഥലത്ത് നിൽക്ക്, അതിനെ തട്ടിപ്പോവല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ അശ്വന്താരനും പോയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട്സൊക്കെ നടത്തിയിട്ടോ ആ ഗ്യാപ്പിൽ. അതിനുശേഷം ആശി എനിക്ക് ആഫ്റ്റർ ഡെലിവറി വെയർ ചെയ്യാനുള്ള കുറച്ച് മെറ്റേണിറ്റി ഡ്രസ്സസ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഹാൻഡ് ഓവർ ചെയ്തത്. ഇപ്പം അത് ഈ ഒരു 9th മന്ത് സെറിമണീൻ്റെ ഭാഗമാണ് അത്ര. അതിനുശേഷം നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളിലേക്ക് പോയി. ഫുഡ് കഴിക്കാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. എല്ലാവർക്കും സെർവ് ചെയ്തു. അപ്പം ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞാനും അശ്വന്താരുടെ കൂടെ കയറിയിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഞാനും ആശയും അവൻ്റെ കസിൻസൊക്കെ പുറമെയാണ് ഇരുന്നത്, പുറമെ ചെയറിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഉള്ളിൽ അവൻ്റെ വേറെ ഫാമിലീസ് എല്ലാവരും ഇരുന്നു. അതിനുശേഷം പിന്നെ എൻ്റെ ഫാമിലീസ് ഫുഡ് കഴിച്ചു. അങ്ങനെ പിന്നെ ഒരു സീക്വൻസ് ഫുള്ളിന് ഈ ഫുഡ് അടിക്കൽ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഡോക്ടർ ആക്ച്വലി ഫുഡൊക്കെ നന്നായി കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആക്ച്വലി നല്ല ഫുഡ് അടിയായിരുന്നു ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ. ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പം എനിക്ക് ഷുഗറൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കൺട്രോൾ ചെയ്യാനും ഫുഡ് നന്നായി കുറയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്ക് 36 വീക്കാണ്. അപ്പം ഈ ഒരു വീക്സിൽ തന്നെ ബേബിക്ക് 3.2 kg ഉണ്ട്. അപ്പം ഫുഡ് നന്നായി കുറയ്ക്കാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫുഡ് അടിയൊക്കെ കുറച്ചിരിക്കുകയാണ് ഗൈസ് ഇപ്പം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം പിന്നെ എല്ലാവരും റിലാക്സിങ് മോഡിലായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെയും ആശിൻ്റെയും കുറച്ച് നല്ല മൊമെൻറ്റ്സൊക്കെ ആരൊക്കെയോ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം ഇവർ പോകാനുള്ള പ്രിപ്പറേഷനിലാണ്. സെറിമണിയൊക്കെ കഴിഞ്ഞു. സെറിമണീൻ്റെ എൻഡ് ഇതാണ് ഗൈസ്. എല്ലാവരും പോവുകയാണ് ആശിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ എല്ലാവരുടെ അടുത്തും ബൈ പറഞ്ഞു. എന്തായാലും ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഈ ഒരു പീരീഡ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഓർക്കാൻ പറ്റിയ ഒരു നല്ലൊരു മൊമെൻറ്റ്സാണ്. എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ വയറ് കാണൽ ചടങ്ങിലുണ്ടായിരുന്ന ഹാപ്പി മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം അത്രേ പറയാനുള്ളൂ. ബൈ.